ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമുക്ക് കുറച്ച് ഉപകാരപ്പെട്ടുള്ള ഒരു 2 ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറേ കാലം ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇത് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി നമുക്ക് ഈസി ആയിട്ട് തന്നെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറക്കരുത്. എന്നാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 250 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ അല്ലിയായിട്ട് ഇങ്ങനെ നമുക്കിതൊന്ന് വേർതിരിച്ച് വെക്കാം. അപ്പം നമ്മൾ വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് നല്ല ഉണങ്ങിയ ടൈപ്പ് വെളുത്തുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ കുറച്ച് ചിലതൊക്കെ ഉണ്ടാവും കുറച്ച് പച്ചയായിട്ടുള്ളത്, അതങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഉണങ്ങിയ ടൈപ്പ് വെളുത്തുള്ളി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വേർതിരിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത് 250 ഗ്രാം മുഴുവനായിട്ട് അങ്ങനെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് 100 ഗ്രാമോളം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കറിയിലൊക്കെ ഇങ്ങനെ തൂമിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെക്കാം. ഇതിൻ്റെ തൊലിയോടുകൂടി തന്നെയാണ് കേട്ടോ ഞാനിതുപോലെ അരിഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളയാൻ ഞാൻ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാനിത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് അവിടുത്തെ ചെഫ് പറഞ്ഞു തന്നൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്തപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഈ 100 ഗ്രാമോളം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂണ് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ നമുക്കൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ കോൺഫ്ലോറും വെളുത്തുള്ളിയും കൂടി നല്ല കൈ വെച്ചിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. വേറെ നമ്മുടെ ഈ മുറൊക്കെ ഉണ്ടാകുമല്ലോ, മുളൻ്റെ മുറൊക്കെ പണ്ടത്തെ ടൈപ്പ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. ഒരുപാട് നിങ്ങൾക്കൊക്കെ കുറച്ചധികം തന്നെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇതിന് കോൺഫ്ലോറും ഈ വെളുത്തുള്ളിയൊക്കെ നല്ല മിക്സാക്കി വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ വേറെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ചെയ്തിട്ട് ഇത് മുറത്തിലാണെങ്കിൽ നമുക്കിത് ചേറി എടുത്താൽ മതി. ഇത് പാത്രത്തിലാകുമ്പോൾ നമുക്കത് പറ്റില്ല കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് ശേഷം ഉണ്ടോ ഇതുപോലെ ബോട്ടിൽ വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഒട്ടും മണമൊന്നും പോകാതെ തന്നെ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയുടെ ഇങ്ങനെ സെൻട്രൽ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൽ 2 ഭാഗം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും വേറിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയുണ്ട്, എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നല്ലെണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ തൊലി ഇളകി കിട്ടും. ഇതിൽ രണ്ടിനും നല്ല ഈസി ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 100 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് തന്നെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആക്കുകയൊന്നും വേണ്ട. ഞാനൊരു കുറച്ച് തരിതരിപ്പോടുള്ള പേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വെച്ചതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ല ഫ്രീസാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇടയിലൊന്ന് ഇത് എടുത്തിട്ട് നമുക്ക് ഒരു ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിരിക്കും നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് ഒരു പകുതി ആയിട്ടുള്ളൂ ഇത് ഫ്രീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ക്യൂബായിട്ട് ഇതുപോലെ ഒരു സിബ്ലോ കവറിൽ വെച്ചാൽ നമുക്ക് വേണ്ടത് ആവശ്യത്തിലുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടും. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാനത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇടാതായിരിക്കും ചിലപ്പം കറിയൊക്കെ ഉണ്ടാക്കുക, അത്രയ്ക്ക് മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ 2 ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.